നിലവിലുള്ള ബിൽഡിംഗ് നിലനിർത്തിക്കൊണ്ടാണ് നമ്മളിവിടെ കൺസ്ട്രക്ഷൻ നടത്തുന്നത്. ഇവിടെ കാണുന്നത് പോലെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളൊക്കെ നമ്മൾ പൊളിച്ച് നീക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പൊളിച്ച് നീക്കുന്ന സമയത്ത് നമ്മൾ കോൺക്രീറ്റ് കട്ടിങ്ങിൻ്റെ മെഷീനോ അല്ലെങ്കിൽ മറ്റോ JCBയോ ഉപയോഗിച്ച് നമ്മളതിൻ്റെ റീകൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അപകടം ഏത് സമയത്തും വരും. ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ചാടി നിൽക്കുന്ന ഭാഗങ്ങളായ സൺഷെയ്ഡ് അതുപോലെ തന്നെ സ്ലാബിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ബിൽഡിങ് നിലനിർത്തി കൊണ്ടാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ സ്പാന്, ജാക്കി എന്നിവയൊക്കെ നമ്മൾ സപ്പോർട്ടായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഇതൊരു പള്ളിയുടെ ബിൽഡിംഗ് ആയതുകൊണ്ട് ഒതു എടുക്കുന്ന ഭാഗമാണ് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഉറപ്പിലാണ് അതിൻ്റെ കോൺക്രീറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ ഒരു ഭാഗം പൊളിച്ച് നീക്കിയത്. ഇപ്പോൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെ മറ്റൊരു ഭാഗം ഇറ്റാച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ആ ഒരു ഭാഗത്ത് കൺസ്ട്രക്ഷൻ നടക്കേണ്ടതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ക്ലീൻ ചെയ്തിട്ട് നമുക്കവിടെ പില്ലറിനൊക്കെ മണ്ണെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗം ഇറ്റാച്ച് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വേസ്റ്റൊക്കെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് നീക്കിയിട്ടാണ് നമ്മൾ ഇവിടെ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നത്. ഇതിപ്പോൾ ബിൽഡിങ്ങിൻ്റെ പൊളിക്കുന്ന സമയത്ത് ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ അടർന്ന് വീഴാതിരിക്കാനും മറ്റ് ചുമര് ഇതിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ചുമര് മറ്റുള്ള സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ സ്ലാബ് താഴോട്ട് വരാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു ജാക്കി കൊടുത്തിട്ട്, അതായത് മുട്ട് പല ഏരിയയിലുള്ള ആളുകൾ പല രീതിയിലായിരിക്കും ഇതിന് പറയാം. ഈ ഒരു ജാക്കി കൊടുത്തിട്ട് നമ്മൾ സ്ലാബൊക്കെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഈ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. എന്നാലും 100% ഒരു ഗ്യാരണ്ടിയുള്ള കാര്യമല്ല. എന്നാലും നമുക്ക് ഈ ഒരു കോൺക്രീറ്റ് കട്ടിങ്ങിൻ്റെ സമയത്ത് ബിൽഡിങ്ങിന് ഒരുപാട് ജെർക്കിങ്ങും അതുപോലെ തന്നെ ഇളക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരു ബിൽഡിങ്ങിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ പറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ജാക്കി അതുപോലെ തന്നെ സ്പാന്, മുട്ട് എന്നിവയൊക്കെ ഉപയോഗിക്കുന്നത്. ഇത്രയും സപ്പോർട്ടായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ബിൽഡിങ് പൊളിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ നമ്മൾ അതിൻ്റെ ഉൾഭാഗവും അതിൻ്റെ ചുമരുകളൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു ചുമരിൻ്റെ ഭാഗം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത സ്ഥലങ്ങളൊക്കെ സപ്പോർട്ടീവായിട്ട് നമ്മുടെ സ്പാനോ ജാക്കിയോ മറ്റു കാര്യങ്ങളോ ചെയ്യണം. ഇപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ നമ്മൾ പൊളിച്ച് നീക്കി. ഇനി അടുത്ത സ്റ്റെപ്പിൽ പൊളിക്കാനുള്ള ഭാഗമാണ് ഈ കാണുന്നത്. ഇതിന് ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഒരു സപ്പോർട്ടും കൊടുത്തിട്ടില്ല. എന്നാൽ ആ ഒരു സമയത്ത് ഇനി അവിടെ ആ ഭാഗം പൊളിക്കുന്ന സമയത്ത് സപ്പോർട്ട് അനിവാര്യമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ നമ്മളതിൻ്റെ സൺഷെയ്ഡ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന സ്ലാബുകൾ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തൊക്കെ റീകൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഒരു സപ്പോർട്ടീവിനായുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു സ്ലാബൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തുള്ള ചുമരോ പില്ലറോ ഒക്കെ അടർന്നു വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ സപ്പോർട്ടീവായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പാനോ ജാക്കിയോ അതല്ലെങ്കിൽ മറ്റു മുട്ടോ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ബിൽഡിങ് അടർന്നു പോകും. ഇപ്പോൾ നമ്മളിവിടെ സ്ലാബിൻ്റെ മുകൾ ഭാഗത്തുനിന്നുകൊണ്ട് അതിൻ്റെ കട്ടിങ് ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം നമ്മൾ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് കോൺക്രീറ്റൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അപ്പം നമ്മൾ പണ്ട് കാലത്തുള്ള സ്ലാബിന് ഉപയോഗിച്ച കമ്പികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ എത്രത്തോളം ഭാഗങ്ങൾ പൊളിച്ച് നീക്കി എന്നുള്ളതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ അതേ സമയത്ത് തന്നെ അവിടെ ക്ലീനിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യം ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യും. എന്നിട്ട് ഒരു ആമറോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു കനമുള്ള ഒരു വസ്തു ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മൊത്തം പൊടിഞ്ഞ് കിട്ടുന്നതാണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ അതിനുള്ളിലുള്ള കമ്പി മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ്. ഇപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമ്മളിവിടെ പൊളിച്ച് നീക്കിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു കാണുന്നത് പോലെ തന്നെ ആ ഒരു സ്ലാബ് പൊളിച്ച് നീക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ താഴെ സപ്പോർട്ടീവായിട്ട് ജാക്കിയൊക്കെ നിൽക്കുന്നുണ്ട്. അത് നമ്മൾ പൊളിക്കുന്ന ഭാഗം ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ അതിൻ്റെ സപ്പോർട്ടിങ് കാര്യങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ ആ ഒരു പൊളിച്ച ഭാഗത്തു നിന്നുള്ള വേസ്റ്റുകളും മറ്റുള്ള പൊടികളും ഉള്ളോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ കവർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് നമ്മൾ പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളും കാണാൻ സാധിക്കും. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ ഈ ഒരു ബിൽഡിങ് പൊളിച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ റീകൺസ്ട്രക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ നിർമ്മാണത്തിനനുസരിച്ച് ഏതൊക്കെ ഭാഗങ്ങളാണോ നമ്മൾ പൊളിക്കുന്നത് അതിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ പൊളിക്കും. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാത്രമേ നമ്മൾ അടുത്ത വർക്കിലേക്ക് നീങ്ങുകയുള്ളൂ.
ഇപ്പോൾ നമ്മൾ ഈ പൊളിച്ച ഭാഗത്തൊക്കെ നമ്മൾ റീകൺസ്ട്രക്ഷൻ ആരംഭിച്ചു. അതിന് സപ്പോർട്ടീവായിട്ടുള്ള പില്ലറ്, ബീം, മറ്റു ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, പൊളിച്ച ഭാഗത്തിൻ്റെയൊക്കെ വേസ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ആദ്യം തുടക്കത്തിൽ നമ്മൾ ആ ഒരു ഇറ്റാച്ച് ഉപയോഗിച്ചിട്ട് പൊളിച്ച ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ നിലവിലുള്ള ബിൽഡിംഗ് നിലനിർത്തിക്കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ ബിൽഡിങ്ങിൻ്റെ സേഫ്റ്റിയും അത് ചെയ്യുന്ന ആളുടെ സേഫ്റ്റിയും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ വരും. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക.